വടകരയിലുള്ള ഊണിനും മീനിനും ഫേമസ് ആയിട്ടുള്ള പ്രകാശ് കഫേ. ഇതിന് പ്രത്യേകിച്ച് പാർക്കിംഗ് സ്പേസ് ഒന്നുമില്ല. നമുക്ക് ഈ ഹോട്ടലിന് മുന്നിലുള്ള റോഡിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. തിരക്ക് സമയത്ത് നമുക്ക് അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് റോഡിൽ കിട്ടും. ഇവിടുത്തെ ഉച്ചയൂണ് ഇലയിലാണ്. തൂശനിലേക്ക് ഇട്ടു. പച്ചടി, ക്യാബേജ് തോരൻ, ബീട്രൂട്ട് അച്ചാർ, ഇതൊക്കെയാണ് സൈഡ് കറികൾ. ഈ ഹോട്ടലിൽ ഊണിൻ്റെ പ്രൈസ് വരുന്നത് 70 രൂപ ആണ്. കുറുവേരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒഴിക്കാനായിട്ട് ഇവിടെ മീൻചാറുണ്ട്, സാമ്പാറുണ്ട്. മീൻ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് സാമ്പാർ നല്ല കോമ്പിനേഷനിലല്ല, അതുകൊണ്ട് നമ്മൾ മീൻചാറാണ് ഒഴിക്കാനായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മീൻചാറിൻ്റെ പ്രത്യേകത, കോഴിക്കോടെല്ലാം കിട്ടുന്ന മീൻചാറ് എരിവ് വളരെ കുറഞ്ഞ മീൻചാറാണ് ഇവർ ഒഴിക്കുന്നത്. ഇതാണ് ഇവരൊഴിച്ച മീൻചാറ്. എരിവ് വളരെ കുറവാണ്. മീനിൻ്റെ ചെറിയ പീസസ് ഈ മീൻചാറിനകത്ത് കാണാവുന്നതാണ്. ഇവർ സാമ്പാർ ഒഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. ഇവിടുത്തെ താരമെന്ന് പറയുന്നത് ഈ ഐക്കുറയാണ്. ഈ ഐക്കുറയുടെ പ്രൈസ് വരുന്നത് 200 രൂപയാണ്. ഇവിടെ ഈ മീൻ കട്ട് ചെയ്തിരിക്കുന്നത് റൗണ്ട് കട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിവിടുത്തെ കൊഞ്ച് റോസ്റ്റാണ്. കൊഞ്ച് റോസ്റ്റ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. കോഴിക്കോട് പല ഹോട്ടലിലും ഈ ഐക്കുറ കട്ട് ചെയ്യുന്നത് റൗണ്ട് കട്ടല്ല, അത് ബട്ടർഫ്ലൈ കട്ടാണ്. ബട്ടർഫ്ലൈ കട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മീനിൻ്റെ വലിപ്പം കുറച്ചുകൂടെ തോന്നും. പക്ഷേ ഇത് റൗണ്ട് കട്ടാണെങ്കിലും അത്യാവശ്യം തിക്കാണ്, അത്യാവശ്യം നല്ല കനമുണ്ട്. അപ്പോൾ ഈ കോഴിക്കോട് കണ്ണൂർ ഭാഗത്ത് കിട്ടുന്ന മീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഉപയോഗിക്കുന്ന മസാലയാണ്. മീനിൻ്റെ കൂടെ കുറച്ച് പൊരിയൊക്കെ കാണും. ആ പൊരി കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം, പക്ഷേ ആരോഗ്യത്തിന് ആ പൊരി അത്ര നല്ലതല്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ ലെയറായിട്ട് ഇളക്കിയെടുക്കാം. മീൻ വളരെ ഫ്രഷാണ്. ഈ ഫ്രഷ്നെസ്സും ഇതിൻ്റെ ടേസ്റ്റും കൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഈ കടയിലേക്ക് ഇടിച്ചു കയറി ഈ ഉച്ചയൂണ് കഴിക്കുന്നത്. 200 ആണ് ചാർജ് ചെയ്യുന്നത് പ്രൈസ്. അത് ആക്യുറേറ്റ് ആണ്, കൂടുതലും അല്ല, അത് കുറവുമല്ല. ഇവിടെ ഊണ് മാത്രമല്ല, ചിക്കൻ ബിരിയാണിയുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്. പക്ഷേ കൂടുതലും ആൾക്കാർ ഇവിടെ കഴിക്കുന്നത് മീൽസ് തന്നെയാണ്. പലരും ഒരൈറ്റം മീൻ മാത്രമല്ല വാങ്ങുന്നത്, ഒന്നിലധികം ഐറ്റംസ് ഉണ്ട്. ഇവിടെ ആവോലിയുണ്ട്, കല്ലുമേക്കായുണ്ട്, അതുപോലെ തന്നെ അയലയുണ്ട്, മാന്തളുണ്ട്. പിന്നെ അതുകൂടാതെ ചിക്കൻ കിട്ടും, ബീഫും കിട്ടും.